പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയ ലോറി ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ ലോറി ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. പുഴയിൽ 2 വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നു. ജോസഫ്, ഇപ്പോൾ ഷിരൂർ ദൗത്യം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഉപയോഗിച്ച ലോറി ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ ലോറി ഉയർത്താൻ അത് എത്ര ദൈർഘ്യമേറിയ ഒരു പ്രോസസ്സാണ്, എത്രത്തോളം ദുഷ്കരമേറിയ ഒരു പ്രക്രിയയാണ്? അനുപ്രിയ, ഇപ്പോൾ പുഴയുടെ അടിഭാഗത്ത് നിന്ന് 2 ടയറുകൾ പൊക്കിയെടുത്തിരിക്കുന്നു. ചേസ് അടക്കമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ടയറിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇത് അർജുന്റെ ലോറിയുടേതാണ് എന്ന് അല്പസമയത്തിനകം ആണോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനകം സ്ഥിരീകരിക്കും. എന്തായാലും ഈശ്വർ മാൽപ്പ ആദ്യമായി ഇപ്പോൾ ഇറങ്ങി ഈ ലോറി ഉയർത്തുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചതിന് ഒരു 20 മിനിറ്റ് ശേഷം ആദ്യ ഭാഗം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. 2 ടയറുകൾ ഉൾപ്പെടുന്ന ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. ചുവന്ന കളറിൽ ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭാരത് ബെൻസ് ലോറിയുടെ, അതായത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാവുകയില്ല. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ അപകടത്തിൽ ഒരു ടാങ്കർ ലോറിയും കൂടി ഈ പുഴയിൽ അകപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്തായാലും ലോറിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കരക്കെത്തിച്ചിരിക്കുന്നു. 2 ടയറുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുള്ളത്. അത് ചുവന്ന കളറിൽ ഉള്ളതായതുകൊണ്ട് തന്നെ ഈ അർജുന്റെ ലോറിയുടെ ഭാഗമാണോ എന്ന സംശയമുണ്ട്. കാരണം അർജുന്റെ ലോറിക്ക് ഒരു ഭാഗത്ത് പോലും ഈ ചുവന്ന കളറിലുള്ള പെയിന്റ് അടിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ ഇവർ വ്യക്തമാക്കിയതാണ്. പെയിന്റ് അടിച്ചത് മറ്റൊരു ടാങ്കർ ലോറിയുടേതാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ലോറിയാണ് ഇത്തരത്തിൽ ചുമന്ന കളർ അടിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഭാഗം അർജുന്റേതല്ല എന്നുള്ള ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലോറി ഉടമ മനാഫ് അടക്കം ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇത് മനാഫിന്റെ ലോറിയുടേതാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും ഈ ലോറിയുടെ ഭാഗങ്ങൾ ആദ്യമായി ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. ഈ ഈശ്വർ മാൽപ്പ ഇപ്പോഴും പുഴയിൽ തന്നെ തങ്ങുകയാണ്. ലോറിയുടെ വിവിധ ഭാഗങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. കരയ്ക്കിപ്പോൾ എത്തിച്ചിരിക്കുന്നത് 2 ടയർ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇത് അർജുന്റെ ലോറിയുടേതാണെന്ന് ഇത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ കണക്ക് കൂട്ടുന്നത്, നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം അനുസരിച്ച് ഇത് മറ്റൊരു ലോറിയുടേതാകാനാണ് സാധ്യത. കാരണം ഭാരത് ബെൻസ് ലോറിക്ക് ഇത്തരത്തിൽ അല്ല പെയിന്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ക്രെയിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഹുക്ക് ചെയ്തുകൊണ്ട് ലോറി ഉയർത്തുന്ന പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അനുപ്രിയ. ജോസഫ്, ഈ ക്രെയിൻ ഉപയോഗിച്ച് ലോറി പുറത്തെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമേറിയ ഒരു ദൗത്യം തന്നെയാണ്. എത്ര ദിവസം വേണ്ടിവരും? നാളത്തെ ദിവസത്തോടു കൂടി ലോറി പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിക്കുമോ? ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലോറി ഒരു പക്ഷേ അർജുന്റേത് അല്ലെങ്കിൽ ഈ ദൗത്യം വീണ്ടും നീളും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്ത് കൂടുതലായി തിരച്ചിൽ നടത്തില്ല എന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് അർജുന്റെ ലോറി ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ലോറി പൂർണ്ണമായും പുറത്തെത്തിക്കാനുള്ള ശ്രമവുമായി ദൗത്യ സംഘം മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു പക്ഷേ ഇത് അർജുന്റെ ലോറിയുടെ ഭാഗമല്ലെങ്കിൽ ഈ ദൗത്യം ഈ തിരച്ചിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. ഇപ്പോൾ ഈ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ലക്ഷ്മണ നായിക്കിന്റെ കടയുണ്ടായിരുന്നതിന്റെ പുറകുവശത്തായിട്ടാണ് ഇത്തരത്തിൽ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൂടുതലായി ഇനി തിരച്ചിൽ നടത്തുമോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. ഇത്തരത്തിൽ ഇന്ദ്രപാൽ അടക്കം നാവികസേന അടക്കം മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നിന്ന് 20 മീറ്ററോളം അകലെയാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന വശം എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്ക് തിരച്ചിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ. ഇതിപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇത് അർജുന്റെ ലോറിയുടെ ഭാഗം ആണോ ഇല്ലേ എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. ഇന്ന് നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത് അല്ലായിരുന്നു പരിശോധന നടത്തിയത്.
ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് ഈ ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്തിന് ഏകദേശം 10 മീറ്റർ അകലെയായിരുന്നു. അതിന് 10 മീറ്റർ അകലെയാണ് ഈശ്വർ മാൽപ്പെ മുങ്ങി പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഈ ഉച്ചയോടുകൂടി ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം ഡ്രഡ്ജിംഗ് അടക്കമുള്ള നടപടികൾ പ്രവർത്തികൾ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ ഭാഗത്തേക്ക് ഹുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ ദൗത്യ സംഘം ഏർപ്പെട്ടത്. വൈകിട്ട് 4 മണിയോടുകൂടി ഈ ഹുക്കിംഗ് നടപടികൾ ആരംഭിച്ചു. അതിനുശേഷം ആദ്യമായി, അതായത് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ പുറത്തെത്തിച്ചിരിക്കുന്നു. ഇത് അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് അർജുന്റെ ലോറിയുടെ ഭാഗമല്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ജോസഫ്, മറ്റൊരു വാഹനത്തിന്റെ ഭാഗം കൂടി കണ്ടെത്തിയെന്ന് ഇപ്പോൾ ജോസഫ് പറഞ്ഞിരുന്നു. അതും ലോറി തന്നെയാണോ അത്? ലോറിയുടെ ഭാഗമല്ല, ഈ ഡ്രൈവർ ക്യാബിൻ അടങ്ങുന്ന സ്റ്റിയറിംഗ് ഉൾപ്പെടുന്ന ഭാഗമാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതൊരു ചെറിയൊരു വാഹനത്തിൻ്റെതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു ചെറിയ വാഹനത്തിൻ്റെതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത് അർജുന്റെ ലോറിയുടെ ഭാഗമാണോ എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇത് അർജുന്റെ ലോറിയുടെ ഭാഗമല്ല എന്നാണ് ഇപ്പോൾ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് അർജുന്റെ ലോറിയുടെ ഭാഗമല്ല എന്നാണ് ഇപ്പോൾ മനാഫ് വിശദീകരിക്കുന്നത്. ഇത് നമ്മുടെ ലോറിയുടെ ഭാഗമല്ല എന്ന് തന്നെയാണ് മനാഫ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഇതല്ല എന്ന് മനാഫ് തന്നെ. ജോസഫ്, ഇപ്പോൾ കണ്ടെത്തിയ ടയറുകൾ അർജുന്റെ ലോറിയുടേതല്ല എന്ന് ഇപ്പോൾ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇനി അടുത്ത നടപടികൾ എന്തായിരിക്കും? ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും നീക്കം? തീർച്ചയായും ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ തീരുമാനമുണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭാഗത്തെ ഹുക്ക് ചെയ്തെടുക്കാനുള്ള പ്രധാനപ്പെട്ട നീക്കമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ തുടർ ദൗത്യവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം ഈ ഡ്രഡ്ജിംഗ് അടക്കമുള്ള മറ്റു നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാർവാർ MLA, SP, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA തുടങ്ങിയവർ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട്. ഈ ദൗത്യം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ടയർ ഉൾപ്പെടുന്ന ലോറിയുടെ ഭാഗം അർജുന്റെ ലോറിയുടെ ഭാഗമല്ല എന്നിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനുപ്രിയ, പുറത്തെടുത്ത 2 ടയറുകൾ അർജുന്റെ ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാലും തിരച്ചിലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ജോസഫ് നൽകിയത്.